മിത്രതനയനാം സുഗ്രീവൻ തന്റെ മിത്രമാകും ആഞ്ജനേയൻ ഞാൻ. മിത്രഭാവം പൂണ്ടവൻ നിൻ പതിയോട് സഖ്യം ചെയ്തേ നിന്നെ വീണ്ടെടുക്കാനായി. സീതാസന്ദർശനം. നിൻ സന്ദേഹമെല്ലാം ദൂരീകരിക്കാൻ സംഗതിയെല്ലാം ചൊല്ലുന്നു മാതേ നാം. സുന്ദരനായോരേണത്തെ കാക്ഷിച്ച് നിൻ പതി രാഘവൻ അതിൻ ബിംബേ പാഞ്ഞു. തത്സമയേ വടുവേഷം ധരിച്ച് നൈര്യതൻ ദശകണ്ഠൻ ഹീനൻ നിന്നെ കവർന്നിട്ടങ്ങാകാശമാർഗേ അർണവം താണ്ടിയങ്ങെത്തി വേഗേന. പന്നക വൈരീജടായു പന്ഥാവിൽ പങ്ക്തിമുഖനോടങ്ങാഹവം ചെയ്യവേ പക്ഷമറുത്തു വീഴ്ത്തി അവനെ മൃത്യുപ്രായനാക്കി രാക്ഷസവീരൻ. രാമനെ ധ്യാനിച്ചിരുന്ന ഖഗശ്രേഷ്ഠൻ രാമനെ കണ്ടങ്ങു ദന്തം ചൊല്ലിയിട്ട് മാമയമെന്നേ കാലധർമ്മം പൂകി ദേവലോകം ഗമിച്ച് സായുജ്യം പൂണ്ടു. നിൻ പ്രിയൻ രാമനും അനുജനുമൊത്ത് പിന്നെ കാനനം തോറും ചരിക്കവേ അഷ്ടാവക്രനാൽ ശാപമേൽക്കപ്പെട്ട വിദ്യാധരന് മോക്ഷം കൊടുത്തു. വനവാസിയായ താപസി ശബരിക്ക് വരപ്രസാദങ്ങളേകിയിട്ട് മുതാ പരിചോടെ ചെന്നു ഋഷ്യമൂകാചലെ സഹചരനായി. പിന്നെ മിത്രതനയനും സപ്താശ്വവംശജൻ ശ്രീരാമദേവനും സപ്താശ്വതനയനാം സുഗ്രീവനും സഖ്യം ചെയ്യുക മൂലം മിത്രസുതാജ്ഞയാൽ എത്തി ഞാനിത്തം ദേവീ മനോഹരേ. ലങ്കാപുരിയിലേക്ക് ആഗമനം ചെയ്യാൻ ഉദ്യമിക്കും നേരം എന്റെ കരങ്ങളിൽ തന്നങ്കുലീയം രാമനേകിയിട്ടോതി എന്നംഗമായി നീതൻ സീതയ്ക്കായേകുക. പിന്നെ ഒരടയാളവാക്യവും ചൊല്ലിയിട്ടഞ്ജനാ തനയൻ തൊഴുതു നിന്നപ്പോൾ ശങ്കകളെല്ലാം നീങ്ങിയ ജാനകി സന്തോഷം പൂണ്ടാഴി വാങ്ങിയിട്ടോതി. സംതൃപ്തയാണ് ഞാൻ പ്ലവംഗ മഹാമതേ. പുണ്യവാന്മാരെ അല്ലാതെ ആരെയും എന്റെ ധവനനയക്കില്ലൊരിക്കലും എന്റെ ചാരേ എന്നറിയുന്നു നിർണയം. പങ്ക്തിമുഖൻ തന്റെ ദുർഭാഷണം കേട്ടങ് അന്ധചിത്തനായിരിക്കുന്ന എന്നെ അഞ്ജസാ വന്നു കൊണ്ടുപോകണമെന്നർത്ഥന അറിയിക്ക വേഗേന തന്നെ. സപ്താശ്വന്മാരാകും ദശരഥ സുതരെയും മറ്റങ്ങേറെ സേനകളെയും എന്റെ ചുമലിൽ കൊണ്ടുവന്നിട്ടങ്ങരക്ക വർഗങ്ങളെ ദണ്ഡധരാലയം തന്നിലയക്കാം. പിന്നെ ക്ഷണേന പാർത്ഥിവപുത്രൻ നിന്നോടുകൂടി സകേതമെത്തി കിങ്കരരൊത്ത് രാജ്യം ഭരിച്ച് സമ്മോദം വാണിടുമെന്നറിഞ്ഞാലും. ഇങ്ങനെ പിന്നെയും സാന്ത്വനമേകിയ ഗന്ധവാഹസുതന്റെ കരങ്ങളിൽ തൻ കുന്തളത്തിൽ നിന്നും ചൂടാമണിയൂരി തൻ പതിക്കേകാനായേകിയിട്ടവളോതി. ചിത്രകൂടാചലെ ഞാനുമെൻ സ്വാമിയും ബഹുനിഷ്ഠയാൽ ജീവിതം പോക്കുന്നൊരു നാളിൽ ഭക്ഷിക്കുവാനുള്ള കായ്കനിയൊക്കവേ ചിക്കിയിരുന്നു ഞാനുടജാങ്കണത്തിൽ. വാസവൻ തൻ സുതൻ എത്രയും വേഗേന വായസ വേഷത്തിലെത്തിയിട്ടാക്ഷണം കൈകനിയൊക്കവേ കൊത്തിയെടുത്തപ്പോൾ ക്രോധം പൂണ്ട ഞാൻ ഗ്രാവമെറിഞ്ഞു. കോപാകുലനായ കാകൻ ക്ഷണേന കൊത്തിവലിച്ചെന്മേനി പിളർന്നപ്പോൾ എന്നുൾ സംഘേ നിദ്രയിൽ പൂകിയിരുന്ന എൻ പ്രിയൻ സായകമെയ്തു കാകനെ. എന്റെ ഈ ലാഞ്ചന വാക്കുകൾ ചൊല്ലി നീ അഞ്ജസാരാമനെ കൊണ്ടുവന്നിടണം. കഞ്ചുകിയെ പോൽ വരിയുന്നു എന്നെ ക്രവ്യാതനായ രാവണൻ നിർണയം. ഇത്തം പറഞ്ഞ ജാനകി ദേവിയെ ഭക്തിപൂർവം തൊഴുതു വാനരൻ ദുഷ്ടമനസ്സോടെ പിൻവാങ്ങിയിട്ട് അത്ര വേറെയൊരു തരു സത്മമാക്കി. ലങ്കാമർദ്ദനം. രക്ഷോജാതികളോടുള്ള വൈരത്താൽ വൃക്ഷകുമാരൻ ലങ്കാപുരിയിലെ വൃക്ഷനികരങ്ങൾ തച്ചുടച്ചിട്ടങ് അത്യന്തം ക്രുദ്ധതയോടെ മരുവിനാൻ. ഭീമാകാരം പൂണ്ട വാനരശ്രേഷ്ഠന്റെ ദ്രാവിണം കണ്ട രക്ഷോവരന്മാർ ഭീതി പൂണ്ടങ്ങുണർത്തിച്ചു കാര്യം രാവണൻ തന്റെ സന്നിധാനത്തിൽ. ഇതു കേട്ട് രാവണൻ ചക്ഷുശ്രവസിൽ പോൽ ചീറ്റിത്തെറിച്ചിട്ട്
വേറെ സഹസ്രം യാതുദാനന്മാരെ അയച്ചു ചാപബാണമുസലധാരികളായി. യാതു നികരത്തെ കണ്ട കപീന്ദ്രനങ്ങ് ആക്രാന്തം ചെയ്തങ്ങോടിയടുത്തപ്പോൾ ഭീതരായിട്ടവർ അങ്ങുമിങ്ങുമോടി മോഹിച്ചു വീണു വൈകാതെ തന്നെ. പങ്ക്തിമുഖന്റെ പഞ്ചസേനകൾക്കും പഞ്ചത്വം വന്നു ഭവിച്ചതറിഞ്ഞ് പവനതനയനെ ബന്ധിക്കാനായി പാരം വേഗേന കൽപ്പിച്ചു രാവണൻ. അതിനായി ചാപവും ഗഡ്ഗവും കൊണ്ടങ്ങതിവീരന്മാരായ രക്തസഞ്ചയം അനിലസുതനോടങ്ങടരാടിയപ്പോൾ അവരും യമപുരം പോകീക്ഷണേന. നക്തഞ്ചരേന്ദ്രസുതനാക്ഷകുമാരനും നിത്യനിദ്രയിലാണ്ടെന്നറിഞ്ഞ് അത്യന്തം വർദ്ധിച്ച ലജ്ജാരോഷത്താൽ തന്നഗ്രജനാം ഇന്ദ്രജിത്തും പുറപ്പെട്ടാൻ. സിംഹപരാക്രമിയായ ശക്രജിതൻ സംഹാരം ചെയ്യുവാൻ അസ്ത്രമെയ്തിട്ടും കപിപുങ്കവന് ക്ഷതമേൽക്കാഞ്ഞ മൂലം ഹംസവാഹനാസ്ത്രമെയ്തു ക്ഷണം തന്നെ. ഹംസവാഹനാസ്ത്രം ദർശിച്ച മാരുതി തുങ്കഭക്തിയാൽ അസ്ത്രം നമിച്ച് തൽക്ഷണം തന്നെ ഭൂമിയിൽ വീണ് ബോധം മറഞ്ഞ് ശയിച്ചാനേറെ നേരം.